ദൈവശക്തിയുടെ പ്രകടരൂപങ്ങൾ സംഭവിക്കുന്ന മൗലികമായ ബിബ്ലിക്കൽ ഫോർമുലയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് ഒരു ദിവസം 100ഓളം സാക്ഷ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നത്? അത് സർവം സ്പർശിയായി നിൽക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഒരു വ്യക്തി ഈ കാലത്തിലൂടെ അതിന് കൽപ്പിക്കപ്പെട്ട സ്ഥല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഉദ്വിഗ്നതകൾ, ഉത്കണ്ഠകൾ, ഉള്ളിൽ കത്തുന്ന അവസ്ഥകൾ, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, ശിക്ഷ വാങ്ങിക്കും എന്ന് തോന്നുന്ന അവസ്ഥകൾ, സാമ്പത്തികമായി തകർന്നു പോകുന്ന അവസ്ഥകൾ, ഈ സമയങ്ങളിലെല്ലാം ആണ് ഈ മാനിഫെസ്റ്റേഷൻസ് വരണത്. പ്രകടാത്മകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പോലെ ദൈവത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് പ്രാർത്ഥനാരൂപങ്ങൾ അത്രയ്ക്ക് ലളിതമല്ല. പരിശുദ്ധ കുർബാന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് റിയൽ പ്രസൻസ് ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ കാത്തലിക്സിൻ്റെ കുർബാനയ്ക്ക് നോൺ കാത്തലിക്സ് ചിലപ്പോൾ കുർബാന പ്രസൻസ് കൊടുക്കത്തില്ല. എന്താ കാര്യം? അത് സാക്രമെൻ്റൽ ബേസ് ഉണ്ട്. ഓരോ ചർച്ചിനും അതിൻ്റെ സാക്രമെൻറ്റാലിറ്റീസും സാക്രമെൻസും അതിനോട് ബന്ധപ്പെട്ട വിശ്വാസ സത്യങ്ങളുണ്ട്. അപ്പോൾ കാത്തലിക്സ് ആണെങ്കിൽ ശരിക്കും കൺഫെഷൻ ഈ കൂദാശകളെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. കമ്മ്യൂണിയനുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ് കൺഫെഷൻ. അപ്പോൾ ഉടമ്പടിക്കാണെങ്കിൽ കാത്തലിക്സിനോട് വളരെ നിശ്ചിതമായ സമീപനമാണ്. അതായത് കൂദാശ ജീവിക്കുന്നവരെ അതിൻ്റെ പൂർണ്ണമായ ഫലം ഉൾക്കൊണ്ടുകൊണ്ട് സമ്പൂർണ്ണമായി കൂദാശ ജീവിച്ച് അതിലൂടെ ദൈവം കൽപ്പിതമായ ദൈവാനുഗ്രഹത്തിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നതാണ് കവനൻറ്റ്. അതുകൊണ്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്നുള്ള സന്യസ്തർക്കും അഭിഷിക്തർക്കും കൊടുത്തിരിക്കുന്ന നിയമം തന്നെയാണ് ഉടമ്പടിയിൽ ലേമേന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സാധാരണ വിശ്വാസികൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടി നിയമം എന്താണ്? 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണം. അത് കാനല്ലോ അനുസരിച്ച് സന്യസ്തർക്കും ഞങ്ങളെപ്പോലുള്ള അഭിഷിക്തർക്കും ഉള്ളതാണ്. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? വിശുദ്ധിയിൽ ഇത് വല്ലാതെ കത്തണ സംഭവമാണ് ഉടമ്പടി. എന്ന് ദൈവം മനുഷ്യനുമായിട്ടൊരു എഗ്രിമെൻറ്റിലായിട്ടുണ്ട്. അന്ന് ദൈവം പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതായിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ മോസസിന് ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? നീ ചെരുപ്പിട്ടുകൊണ്ടല്ലേ ഇന്നലെ ആ ഈജിപ്തുകാരനെ കൊന്നത്? ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. മോസസിനോട് ചെരുപ്പ് വരാൻ പറഞ്ഞില്ലേ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിൻ്റെ കാലിലെ പാദരക്ഷകൾ ഉരുവെക്കാൻ കാരണം. എന്താ കാര്യം? ഇവനീ ചെരുപ്പിട്ടുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോണ മുമ്പ് ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ പൂത്തിയത്. അപ്പോൾ കൊലപാതകത്തിൻ്റെ ചെരുപ്പാണ് അവൻ്റെ കാലിൽ കിടക്കുന്നത്. അതും കൊണ്ട് നീ എൻ്റെ മുമ്പിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെയെല്ലാം ദൈവം നമ്മളെ സഹായിക്കാനും അഭിഷേകം ചെയ്യാനും ശക്തിപ്പെടുത്താനും നോക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രീ റെക്വസ്റ്റ് വിശുദ്ധിയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 3:5 അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് അരുളി ചെയ്തു അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്.
ദൈവസാന്നിധ്യത്തിന് മറ്റു സാന്നിധ്യത്തേക്കാൾ വ്യത്യാസമുള്ളത് എന്താണ്? പരിശുദ്ധിയാണ്. അപ്പം നീ ആ പരിശുദ്ധനായ ദൈവവുമായിട്ടാണ് ഇപ്പോഴേ ഉഭയകക്ഷി ഉടമ്പടിയിലേക്ക് വരണത്. നമുക്കൊന്നും താങ്ങാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യണത്. പക്ഷേ ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് നമ്മൾക്ക് ഒരു പേഴ്സൺ ടു പേഴ്സൺ ബയലാറ്ററൽ എഗ്രിമെൻറ്റിന് നമുക്കൊരവസരം കിട്ടിയെന്ന് പറയണത് കർത്താവിനെ കൈയടിച്ചുകൊണ്ട് നന്ദി പറയുന്നില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സ്നേഹവലയത്തില് ഞങ്ങളെ ഒട്ടിച്ചേർത്ത് നിർത്തുന്നതിന് നന്ദി പറയുന്നു. ദൈവസ്നേഹത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയിലെ ഉന്നതനായ ദൈവത്തോടാണ് ഞാനും നിങ്ങളും ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ ഇൻറ്റിമസിയിലേക്ക് വിളിക്കുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളൊന്നാണ് കോൾ ടു ഇൻറ്റിമസി. ക്രിസ്തീയ ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് കോൾ ടു ഇൻറ്റിമസി. അവൻ്റെ അദമ്യമായ സ്വകാര്യ സ്നേഹത്തിലേക്കുള്ള വിളി. പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏറ്റവും ലളിതമായ ഒരു മാർഗം ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ നിങ്ങളെ ചില സമയത്ത് ഉടമ്പടിയെക്കുറിച്ച് വളരെ പെരിഫറലായിട്ടുള്ള ഐഡിയ ഉള്ളവരാണെങ്കിൽ, ഈ തൊലിപ്പുറത്ത് ആശയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ പറയും ഇതെന്തോ നിയോഗങ്ങൾ നമ്മൾ എഴുതിയിടുമ്പോൾ അതുപോലെ തന്നെ ദൈവം നമുക്ക് തരണ എന്തോ പരിപാടിയാണ് എന്ന് പറയും. അത് ABCD ആയിട്ടുള്ള ആൾക്കാർ ആ വിശ്വാസത്തിന് ആ നിലവാരമുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ മുഖം ഭയങ്കര ഹൃദ്യമാണ്. എന്നുവെച്ചാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ നേർക്ക് നേരെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം തന്നെ വിഭാവന ചെയ്ത ഒരു ആധ്യാത്മിക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരനുഗ്രഹം. നമ്മൾക്കുണ്ടാകുന്ന ഒരു ഗുണം ആൾക്കാർക്ക് ഇപ്പോൾ ശരവണൻ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു അടിപൊളി സാക്ഷ്യമുണ്ട്, ഇന്നിട്ടിട്ടുണ്ട് ഞാനത്. ശരവണൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ ശരവണൻ സാക്ഷ്യം തുടങ്ങുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ തൊട്ട കേസാണ്. 14 വർഷമുള്ള കേസുണ്ട്, 9 വർഷമുള്ള കേസുണ്ട്, 3 വർഷമുള്ള കേസുണ്ട്. കേസ് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ പറ്റണില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കോടതി വരുമെന്ന്. അപ്പോൾ ശരവണൻ്റെയൊക്കെ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മനുഷ്യൻ എന്തുമാത്രം ഫെയ്ത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഫ്രഷ് ഹാൻഡ്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഫ്രഷ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ആരാണ്? പുതുതായിട്ട് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വരുന്ന ആൾക്കാർ നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ചെയ്യണത്. കാര്യം വെച്ചാൽ അവർ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ തേന് കുടിക്കണ പോലെ കുടിക്കും. മറ്റുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് അവരൊന്ന് വെയിറ്റ് ആൻഡ് സീ ആയിട്ട് നോക്കും. ഈ വെയിറ്റ് ആൻഡ് സീ വരട്ടെ, നോക്കട്ടെ, ഇത് ഉടമ്പടിയിൽ അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ, ഇല്ലേ? അടയാളം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയത്തില്ലേ? ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, സമീപനമാണ്. നമ്മൾ ആദ്യം പറയും എന്താണ്, ഏതെങ്കിലും ഒരു അടയാളമെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചില സമയത്ത് ചിലർക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. നിങ്ങൾ ആരോടാണ് ഈ അടയാളം ചോദിക്കണത്? ദൈവത്തോട് അല്ലേ? ദൈവം നിങ്ങളുടെ കുമ്പാരിയാണോ? ഞങ്ങളുടെ ആലപ്പുഴ ഭാഷയിൽ ഉള്ള ഒരു സംഭവമാണ് കുമ്പാരി, കൊച്ചി ഭാഷയിൽ. എന്ന് വെച്ചാൽ തലതൊട്ടപ്പനെ കുമ്പാരി എന്ന് വിളിക്കുന്നത്. കൊമ്പാദർ സഹ, കുമ്പെന്ന് വെച്ചാൽ കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹ എന്നർത്ഥം. എന്നുവെച്ചാൽ കൂടെയുള്ള ആൾ, കൂടെയുള്ള അപ്പൻ, പകരം അപ്പൻ, സബ്സ്റ്റിറ്റ്യൂട്ട്, ആത്മീയ പിതാവ് എന്നൊക്കെ എൻ്റെ അർത്ഥം. പക്ഷേ ഇതുപോലെ ദൈവത്തിന് നമ്മൾ ഇങ്ങനെ
വളരെ ഒരു സിമ്പിളായിട്ട് കാണുന്നവരാണ് ഈ ഒച്ചിനെപ്പോലെ ഇരിക്കുന്ന മനുഷ്യൻ. ഒരു കൃമികിടത്തിനേക്കാളും വിലയില്ലാത്തൊരു മനുഷ്യൻ ദൈവത്തിനോട് അടയാളം ചോദിക്കുന്നത് എന്ത് ബേസിലാണ്? താൻ ആരോ ആണെന്നുള്ള അഹങ്കാരത്തിൻ്റെ ബേസിലാണല്ല. പിന്നെ ഇങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കണേ? ബുദ്ധിയും ബോധമുള്ളവൻ ദൈവത്തോട് അടയാളം ചോദിക്കുമോ? നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അയൽവാസിയാണോ? പിന്നെ നമുക്കുള്ള ബന്ധമെന്ന് പറയണത്, നമുക്കൊരു ബന്ധമുള്ളത് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവൻ ക്രൂശിക്കപ്പെടാനും അവൻ്റെ മരണം നമുക്ക് വേണ്ടി മരിക്കുവാനും അവൻ തയ്യാറായപ്പോൾ അവൻ നമ്മളെ ആരുമായിട്ട് കാണുന്നു, വിലയുള്ളവനായിട്ട് കാണുന്നു. അപ്പോൾ ക്രിസ്തു അനുഭവിച്ച പീഡാസനങ്ങളുടെ ബേസ്മെൻറ്റിലാണ് നമ്മൾക്ക് ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു നിലനിൽപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ നിലനിൽപ്പ് വീണ്ടും നമ്മൾ അടയാളം ചോദിച്ചുകൊണ്ട് ആ നിലനിൽപ്പിന് കളങ്കം ചാർത്തരുത്. എന്താ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഉടമ്പടി എടുക്കുന്നവർ ആദ്യം നിങ്ങളോട് ആ നിബന്ധനകൾ നിങ്ങൾ നിറവേറ്റണം മര്യാദയ്ക്ക്. അടയാളം പിന്നെ വരും. നമ്മൾ ദൈവത്തിന് അടയാളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരത്തില്ലേ? അവിടെ ഒരു പ്രശ്നം വരും. അങ്ങനെ ചോദിക്കരുത്. ഞാൻ നിങ്ങളെ വഴക്കിടുകയൊന്നുമല്ല, നിങ്ങളെ ബുദ്ധിമോശം കാണിക്കരുതെന്ന് പറയുകയാണ്. അടയാളത്തിന് വല്ല അല്ലെ ദൈവം ഒരിക്കലും നിങ്ങളുടെ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കണ പോലുള്ള അനുഭവമാണ്. അത്രക്ക് ആണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ ശരവണൻ്റെ കേസ് പെട്ടത്, ശരവണൻ്റെ കേസ് എന്താണ്? അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനകാരന് ഒരു ട്രിവാൻഡ്രത്താണ്. ഒരു അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് വേറെ ഒരു താലൂക്കിലേക്ക് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് രജിസ്റ്റർ ഓഫീസ് മാറ്റാൻ പോകുന്നു. വേറെ ഒരു പഞ്ചായത്ത്, താലൂക്കല്ല പഞ്ചായത്തിലേക്ക്, വേറെ ഒരു പഞ്ചായത്തിലേക്ക് ഗവൺമെൻറ് ഹൈക്കോടതി ഇടപെട്ട് മാറ്റാൻ പോകുന്നു എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ വലിയ പീപ്പിൾസ് ക്യാമ്പയിൻ ഉണ്ടായി, ജനകീയമായ ഒരു മുന്നേറ്റവും ഉണ്ടായി. പക്ഷേ ഹൈക്കോടതി വിധിയായത് കാരണം മുന്നേറ്റത്തിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം പ്രതികളായി, എല്ലാവരും പ്രതികളായി. ഈ പ്രതികളായി കഴിഞ്ഞാൽ അതെല്ലാം ക്രിമിനലായിട്ടാണ് പോണത്, സിവിലല്ലല്ലോ, ക്രിമിനലാണ്. അപ്പോൾ ഗവൺമെൻറ് വാദിയും ഇവരെല്ലാം പ്രതികളുമാണ്. ഇപ്പോൾ വാദികൾക്ക് 5 വീതം മുടക്കേണ്ട കാര്യമില്ല, ഇവർ പ്രതികളാണ്. ഇവർക്ക് വല്ല പാസ്പോർട്ടും കിട്ടുക, വല്ല കാലത്തും രക്ഷപ്പെടാപ്പെട്ട് പോകാൻ പറ്റുക, അന്വേഷണം വരുമ്പോഴൊക്കെ എല്ലാം കുരുങ്ങി നാട്ടിൽ തന്നെ കിടക്കുകയും. ഇതിങ്ങനെ ഒരു കേസല്ല, അങ്ങനെ 9 കൊല്ലം പഴക്കമുള്ള കേസുണ്ട്. അതുപോലെ തന്നെ 3 കൊല്ലം പഴക്കമുള്ള കേസെല്ലാം വ്യത്യസ്തമായ കേസുകളാണ് ഉള്ളത്. 3 കൊല്ലം പഴക്കമുള്ള കേസ് ആ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രസമിതിയുമായിട്ടുള്ള കേസാണ്. 9 കൊല്ലം പഴക്കമുള്ള കേസെന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങിക്കാൻ പുള്ളിക്കാരൻ ഒരു സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ആ സ്ഥലം നേരത്തെ കണ്ടുവെച്ചെന്നൊരു വാങ്ങിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരു കാര്യം പണപ്പൊക്കണ്ടില്ലേ, നമ്മളൊക്കെ സ്ഥലം മേടിക്കണതാണ്, നമുക്കൊരു പ്രശ്നവുമില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനെ പുറകെ നടന്ന് പ്രശ്നങ്ങളിങ്ങനെ പുറകെ നടക്കും. അങ്ങനെ ഒരാളാണ് ശരവണൻ. ഇവർ ആ വാങ്ങിച്ച സ്ഥലത്ത് താമസിക്കാൻ ചെന്നപ്പോഴെന്താണ്, ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു പോയ ആൾക്കാർ ഇവരുമായിട്ട് ബോൾത്തായി, അടിപിടിയായി, അതും കേസായി 9 കൊല്ലം. അപ്പോൾ 14 കൊല്ലത്തെ കേസ്, 9 കൊല്ലത്തെ കേസ്, 3 കൊല്ലത്തെ കേസുകൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരവണത് പറയുന്നുണ്ട്, ജഡ്ജി വരുമ്പോൾ APP വരത്തില്ല, APP വരുമ്പോൾ വക്കീൽ വരത്തില്ല, വക്കീൽ വരുമ്പോൾ സാക്ഷിയായ പോലീസ് വരത്തില്ല. ഞാനും എൻ്റെ 2-3 കേസുള്ളതിന് ഞാനും കോടതി അനുഭവിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ കേസ്. ഞാനൊരു അർത്തിങ്കൽ പഞ്ചായത്ത് വേണമെന്നും പറഞ്ഞ് അവിടെ കളക്ടറിൻ്റെ വാദിക്ക് സമരം ചെയ്ത് കടൽ കയറിയപ്പോൾ ഈ നേരെ പടിഞ്ഞാറ് കാട്ടൂർ റോഡ് ഉപരോധം സമരത്തിൽ പങ്കെടുത്ത് എല്ലാം കേസായി. സാമൂഹ്യ പ്രശ്നങ്ങളാണ്, സാമൂഹ്യ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന കേസുകളാണ്. പക്ഷേ നമ്മൾ കോടതി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം അതാണ്. കാര്യം എന്താണ്, APP വരേണ്ട സമയത്ത് ജഡ്ജി വരത്തില്ല, ജഡ്ജി ഉള്ളപ്പോൾ സാക്ഷിയായിട്ടുള്ള പോലീസ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് മാറ്റി വെക്കും. 14 കൊല്ലം കേസ് മാറ്റി വെച്ചിരിക്കുകയാണ്. 14 കൊല്ലം കേസ് മാറ്റി വെച്ചപ്പോൾ എത്രയോ രൂപ വക്കീലിന് കൊടുത്തിക്കേണ്ടി വരും.
എത്രയോ രൂപ വക്കീലിന് കൊടുക്കേണ്ടി വരും. എത്രയോ നമ്മുടെ ജോലികളിൽ ഒരു ആഴ്ചയിൽ ഒരു മാസം ഒരു ദിവസം വെച്ച് എത്രയോ വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെടും. എത്രയോ സാമ്പത്തിക ബാധ്യതയും ഭാരവും ഉണ്ടാകും ഇതുപോലെ. അപ്പോൾ ഇതെല്ലാം അതാ മനുഷ്യൻ കുരുങ്ങി മടുത്ത് കഴിഞ്ഞപ്പോൾ അവസാനമാണ് ഈ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കെല്ലാം കിട്ടണത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി, ഈ സഞ്ചാരി മാതാവ് എങ്ങനെ ജഡ്ജിയോട് വന്ന് നേരിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ പ്രശ്നം തീരും. പ്രശ്നമാണ് ഒരു മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ചില ആൾക്കാർ ഇവിടെ വന്ന് കറങ്ങിത്തിരിഞ്ഞ് നോക്കി എന്ന് പറയും, അവിടെ കച്ചവടം ഇവിടെ കച്ചവടം എടുത്തിട്ട് ബിസിനസ് സെൻറ്റർ പോലെ തോന്നാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണ് ഇവിടെ കുർബാനപ്പണം പോലും എഴുതി വെച്ചിട്ടില്ല, കുർബാനപ്പണം മെഡിക്കൽ സ്ഥലമൊന്നും പോലും എഴുതി വെച്ചിട്ടില്ല. എന്നാലും ചിലർക്ക് ആ കണ്ണോടുകൂടി കാണുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ശരവണന് മനസ്സിലായത് ഈ സഞ്ചാരി മാതാവ് എങ്ങാനും ജഡ്ജിയോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തീരുമെന്ന്. അത് പറഞ്ഞാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ തന്നെ അമ്മയെ ജഡ്ജിയെ കാണണം, APPയെ കാണണം, അതുപോലെ തന്നെ വക്കീലിനെ കാണണം. ഇവരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് എൻ്റെ കേസ് തള്ളിപ്പോണം, അമ്മ തന്നെ കോടതി വരണം. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ നമുക്ക് ആ മനുഷ്യൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ചങ്കെക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണെന്ന്. ചില ആൾക്കാർക്ക് ഉടമ്പടി ചുണ്ടെക്കൊണ്ടുള്ള ഏർപ്പാടാണ്. എന്തോ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവരാ പടം മടക്കി വെക്കും. അത്രേ ചെയ്യത്തുള്ളൂ. ഉടമ്പടിയിൽ രാവിലെ എഴുന്നേറ്റ് നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥന ചൊല്ലിയ അവരെ അതുകൊണ്ട് ക്ലോസ് ചെയ്യും. അതാണ് ചുണ്ടെക്കൊണ്ട് ചെല്ലണത്. ഈ ജന്മം ഉടമ്പടി എടുത്താൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ കാമ്പിലേക്ക് പോകുന്നില്ല. ആ ചുണ്ടുകൊണ്ടുള്ളൊരു വ്യാപാരം കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് ശരവണൻ ചുണ്ടെക്കൊള്ളുകയല്ല, ചങ്കെക്കൊള്ളുകയാണ്. അമ്മ ഓഫീസിൽ വരുമെന്നും ജഡ്ജിയെ കാണുമെന്നും ആ മനുഷ്യൻ വിശ്വസിക്കുക മാത്രമല്ല അമ്മയോട് പറയുകയും ചെയ്യും, അമ്മ വരണം, അമ്മ വന്നില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല, അമ്മ വന്നില്ലെങ്കിൽ. പക്ഷേ അമ്മ വന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽപ്പില്ലെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി അമ്മയോട് വളരെ പൈതൃകമായ മാതൃത്വപരമായിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മളെ വിശ്വസിച്ച് അമ്മയോട് നമ്മുടെ ജീവിതം ഏകിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ ശരവണൻ്റെ കോടതിയിൽ മാതാവ് ചെല്ലും. ഒരു കേസല്ല, ആ 14 കൊല്ലമുള്ള കേസും 9 കൊല്ലമുള്ള കേസും 3 കൊല്ലമുള്ള കേസും എത്രയും പെട്ടെന്ന് കോൾ ഫോർ ചെയ്ത് തീർപ്പാക്കിയിട്ട് മൊത്തം പിരിച്ചുവിട്ട് ഈ മനുഷ്യൻ ഫ്രീ ആകും. കൈയിട്ടിച്ച് കർത്താൻ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഞങ്ങളെ സാക്ഷികളായി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. 14 കൊല്ലത്തെ കേസ് മാറിയത് അങ്ങനെയല്ല, വിതിൻ നോ ടൈം, ഷോർട്ട് ടൈമിലാണ്. സമയച്ചുരുക്കം ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമ്മതുകളൊന്നാണ് സമയച്ചുരുക്കം. ഈ സമയച്ചുരുക്കം 14 കൊല്ലത്തെ വിഷയം, 9 കൊല്ലത്തെ വിഷയം, 3 കൊല്ലത്തെ വിഷയം പല പല കോടതിയിലാണ്. അപ്പം എല്ലാ കോടതി, അതായത് 3ാമത്തെ കേസ് ചെയ്യുമ്പോൾ ഇവനിങ്ങനെ ഉടമ്പടി കാശുരൂപ ഇങ്ങനെ മുത്തിക്കൊണ്ട് ആണ് പ്രാർത്ഥിക്കുന്നത്, പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ചാലണത്. എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. കാര്യം SA ആണ് വിളിപ്പിച്ചിരിക്കുന്നത്. SA വിളിപ്പിച്ചിരിക്കുമ്പോൾ കേസ് കൊടുത്ത ആൾക്കാരുടെ പക്ഷത്ത് SA നിൽക്കരുത്. അമ്മ SAയോട് പറയണം, അവർക്ക് സംസാരിക്കാൻ അമ്മ ഒരു അവസരം കൊടുക്കരുത്. അവർ ചോദിക്കുക മാത്രമേ ചെയ്യാവൂ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഫിറ്റ് ചെയ്യണമെന്നറിയാവോ? അതായത് ചോദിച്ചു വരുമ്പോൾ ആരെങ്കിലും നുണ പറയും, പിന്നെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി അവർ വേറെ നുണ പറയും, പിന്നെ ഇത് ഇവിടെ ചെന്ന് എത്താൻ വരും. പക്ഷേ എന്നാ പറ്റിയണത്? ഈ ശരവണൻ പറഞ്ഞ പോലെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ലെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഉടമ്പടി കാശുരൂപ മുത്തിക്കൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കും അവിടെ നിന്നുണ്ട്. വിശ്വാസം പ്രയോഗിക്കുന്നതാണ് പ്രശ്നം. നമുക്കറിയാം വിശ്വാസത്തെ പ്രയോഗിക്കുന്ന രീതികൾ. അതിൻ്റെ അകത്ത് നമ്മുടെ സിൻസിയറിറ്റി വേണം.
വിശ്വാസ പ്രയോഗത്തിൽ നമ്മുടെ സിൻസിയറിറ്റി നമുക്ക് ഇതിനകത്ത് വരുന്നത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥത. നിങ്ങൾക്കൊരു പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അംബിഗസ് ആയിട്ടാണ് ഇത് പറയണത്. ഒക്കുമായിരിക്കും അല്ലേ, ഒക്കുമായിരിക്കും, ഒക്കണം, ഒത്തില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ കുറച്ച് ആശങ്കകളും കുറച്ച് സമർപ്പണവും എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞാണ് പോണത്. അങ്ങനെ ഈ മനുഷ്യനെ അങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചിട്ട് അമ്മയോട് സംസാരിക്കുകയാണ്. അതൊരു ഇൻറ്റിമസിയുടെ ലെവലിലേക്ക് അത് കാര്യങ്ങൾ മാറും. അപ്പോൾ പറയും, ഞാൻ എസ്ഐയോട് സംസാരിക്കും, മറ്റുള്ളവരെ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ മൂന്ന് വഴിക്ക് പോകണമെന്നൊക്കെ കാണാം എന്നൊക്കെ ശരവണൻ സാക്ഷ്യത്തെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾ ദൈവമായിട്ട് സിൻസിയറായിട്ട് ഒരു ഇൻറ്റിമസി ആയ, അതിന് ശരവണൻ പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, കേസിൽ കള്ളമില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. മനസ്സിലായി? അതാണ് പറയണത്. എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ട് സഞ്ചാരി മാതാവ് കോടതി അവനെന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും പണിയായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ കള്ളമില്ല. ശരവണത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മളെങ്കിൽ, ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ കേസിൻ്റെ കൂടെ വരും. അതുകൊണ്ട് ആ സാക്ഷ്യം അവസാനിക്കുന്നത്, ഞാൻ നിത്യവും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്ന് കൈയിട്ടിച്ച് എല്ലാവരെയും